ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാർടെക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ മാറ്റാണ്. കാരണം എല്ലാവരും വണ്ടിയുടെ അടിയിൽ ഫ്ലോർ മാറ്റ് ഇടാനായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇടണേ എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞങ്ങൾ എന്തായാലും അത് ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ബ്ലാക്ക്, ഇത് പല കളറിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ബ്ലാക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 460 രൂപ മീറ്ററിന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മീറ്ററിന് തന്നെ നീളം നമുക്ക് എന്തോരം വേണമെങ്കിലും കിട്ടും. പിന്നെ കളർ വരികയാണെങ്കിൽ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഗ്രേ ഉണ്ട്, പിന്നെ ബീച്ച് എന്ന് പറഞ്ഞ ഒരു കളർ അതാണുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സെന്നിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു 1.5 മീറ്റർ കഷ്ടി മതി. അടിവരെ എത്താനായിട്ട് 1.5 മീറ്റർ മതി. ആൾട്ടോനായാലും 800 ആയാലും 1.5 മീറ്റർ മതി. സ്വിഫ്റ്റിനൊക്കെ ആകുമ്പോൾ ഒരു 1.25-2 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കവറായി കിട്ടും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇത് എന്തായാലും ഇത് ചെയ്യണം നമ്മുടെ ക്യാമറമാനായിട്ട് ചെയ്യണം. കാരണം എനിക്ക് ഇതിനകത്ത് വലിയ പിടിപാടില്ല, പുള്ളിയാണ് ചെയ്യണത്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പോൾ അന്നത്തെക്കാളും മെത്തേഡ് മാറ്റിയിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. അന്ന് ഞങ്ങൾ ഒറ്റ പീസായിട്ടൊക്കെ മുറിച്ചിടുകയൊക്കെ ചെയ്ത് 2 കഷ്ണമാക്കിയുള്ളൂ. അപ്പോൾ ഇത്തിരി കാണാനായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗി ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ക്യാമറാമാൻ പുതിയ ഐഡിയ ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് 4 മുറിച്ചിട്ടാൽ പെർഫെക്റ്റ് ആവുമെന്ന് നോക്കണേ. എന്തായാലും അത് പുള്ളി തന്നെ പറഞ്ഞു തരും എങ്ങനെയാണ്. എനിക്ക് വലിയ പിടിപാടില്ല. നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ ഈ പഴയതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാണ് പഴയത് കിടന്നിരുന്നത്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ അടിയിലിട്ട് ഇതിൻ്റെ മുകളിലിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പഴയതിൻ്റെ ഒരു ഗുണമുണ്ട്, കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇതിനകത്ത് പൊടി പിടിക്കും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം. പൊടി പിടിച്ച ആകെ അവസ്ഥയാക്കും. പക്ഷേ ഈ ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തുടച്ചെടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യഫലം ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ അടിയിലെ ബുഷുകളുണ്ട്, ബുഷുകൾ പോകുക. ഇപ്പോൾ കാണിച്ചുതരാം. ബുഷുകൾ പോകുന്നതെന്ന് വെച്ചാൽ അടിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് ഫ്ലോർ കംപ്ലീറ്റ് തുരുമ്പെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അറിയുള്ളൂ. കാരണം ഇത് കിടക്കുകയാണല്ലോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങിയാലും ഇങ്ങനെ. അപ്പോൾ അതൊക്കെ നോക്കണം നമ്മൾ. അപ്പോൾ ദോഷമുണ്ട്, ഗുണമുണ്ട്. ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി പിടിക്കില്ല, പിന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് വേണമെങ്കിലും തുടച്ചെടുക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇത് ഇട്ട് വെച്ചിട്ട് നമ്മൾ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം പോയി കഴിയുമ്പോൾ അറിയുള്ളൂ. അതേമാതിരി പ്രശ്നം ഉണ്ടായിക്കളയും. അതിൻ്റെയാണ് ഇത് പലരും ഉപയോഗിക്കാത്തത്. ഇനിയിപ്പോൾ എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഇത് ചെയ്താൽ വരണത്. കാരണം ഇപ്പോൾ അത്യാവശ്യം നമ്മൾ വണ്ടിയിൽ എന്തെങ്കിലും വെള്ളം മറിഞ്ഞു വീഴുമോ, പാല് മറിഞ്ഞു, കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടികളിലൊക്കെ പാല് മറിഞ്ഞു വീഴുക. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിൻ്റെ പാല് മറിഞ്ഞു വീണിട്ട് ആകെ വണ്ടി പോയി. കാരണം ഭയങ്കര സ്മെല്ലായിരിക്കും പാലൊക്കെ വീണ് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് വീണ് കഴിഞ്ഞാലും ഇതാകുമ്പോൾ കഴുകിയെടുക്കാം, തുടച്ചെടുക്കാം. പിന്നെ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക്. പിന്നെ ഇത് ഇട്ടാലുള്ള ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു കേട്ടോ. ഗുണമൊന്നും എനിക്ക് കിട്ടില്ല, എനിക്ക് പണിയാണ് കിട്ടിയത്. കാരണം എനിക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയർ ഉണ്ടായിരുന്നു, ടാക്സി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ലോങ് ഓർഡറാണ്, നമ്മുടെ പാക്കേജ് ഓട്ടോന്ന് പറയില്ലേ. അങ്ങനെ കൊണ്ടുപോയി ഡ്രൈവർ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ ചോദിച്ചപ്പോൾ 2 ദിവസം വേണ്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ സംഗതി എന്തോ ഒരു ഇതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു തോന്നുന്നു. എനിക്ക് ക്രിസ്മസിൻ്റെ തലേദിവസം എന്തായിരുന്നു, പുള്ളി വെള്ളം അടിച്ച് കണ്ടപ്പോൾ വാൾ വെച്ച് വണ്ടിയെ കഴിയാനുള്ള സമയമാണ് 2 ദിവസം പുള്ളി ചോദിച്ചത്. കൊണ്ടുവന്ന് വന്നിട്ട് പിന്നെ ഈ സാധനം വണ്ടിയാക്കി എടുക്കാനായിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ ഞങ്ങൾ വാഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ അന്ന് ഇതുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു വലിയ പ്രയോജനം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കിടക്കണ്ട ഈ അവസ്ഥ, ഇത് 2 മീറ്റർ, ഇത് 1.5 മീറ്റർ, അതാണ് പറഞ്ഞത്. ഇതാണ് വീതി. ഇതിന്റെ ശരിക്കും പറഞ്ഞത് നമുക്ക് കിട്ടുന്ന വീതി ഇത്ര ഉണ്ടാവും, 2 മീറ്ററിൽ തന്നെ. നമ്മളിപ്പോൾ 1.5 മീറ്റർ എടുത്തപ്പോൾ അങ്ങനെ കിട്ടി. 1.5-2 മീറ്ററാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് 4 മുറിച്ചിട്ടാണ് ഇടണേ. അപ്പോൾ അത് ക്യാമറമാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ, അളവെടുക്കുന്ന രീതിയിലൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞങ്ങൾ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഊരുമ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതിൽ ഈ ബുഷുകൾ ഇതൊക്കെയാണ് വേണ്ട, ഇവിടെ തന്നെ ഇത് ഇതുപോലെ ചെറിയ ബുഷുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് അങ്ങോട്ടാ. ഈ സാധനമൊക്കെ പോയാലാണ് ഈ വെള്ളം ഇതിൻ്റെ അടി കൂടി കയറി വരുന്നത്. ഇത് അടി തട്ടി കഴിയുമ്പോൾ ഇത് വെറുതെ ഇങ്ങനെ പൊന്തിപ്പോരും. അപ്പോൾ ഇത് മേടിക്കാൻ കിട്ടും, ഒരു 4-5 രൂപ വിലയുള്ളൂ. MGP സാധനം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് വേണ്ട ഈ മാറ്റിങ്ങിനെ ഇടും. ഇട്ടതിന് ശേഷമാണ് ഇതിൻ്റെ പരിപാടികൾ. അതൊക്കെ ഇപ്പോൾ നമ്മുടെ മച്ചാൻ പറഞ്ഞു തരും എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് മച്ചാൻ്റെ ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു തരും പരിപാടി. അപ്പോൾ നമുക്കിതേ ഫ്ലോർ മാറ്റ് ഇടാനായിട്ട് നമ്മളിപ്പോൾ സാധാരണ മാറ്റാണല്ലോ നമ്മുടെ അടുത്ത് കിടക്കുന്നത്. അത് നമുക്ക് 4 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട്, ഒറ്റ സിംഗിൾ പീസായിട്ടാണ് വേണ്ടത്. അത് നമുക്ക് 4 കഷ്ണമായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് 4 കഷ്ണമായിട്ട് പീസായിട്ട് മുറിക്കാന്ന് വെച്ചത് നമ്മൾ ആദ്യം ടേപ്പ് എടുത്തിട്ട് നമുക്ക് അളക്കാം. അതായത് നിലവിൽ ഇപ്പോൾ നമ്മളുടെ മാറ്റ് വന്ന് നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഇതുണ്ട്, ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള അളവ് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാം. നമ്മളുടെ സീറ്റ് വെക്കണോടത്ത് ഇവിടെ ഇതുണ്ടല്ലോ, നമ്മൾ നെറ്റ് ഇട്ട് മുറിക്കണത്, അവിടത്തോളം വെച്ചിട്ട് നമ്മൾ 4 കഷ്ണമായിട്ട് മുറിക്കുക. അതായത് ഇപ്പം ഇവിടെ നിന്ന് ഇത്രയും ഭാഗം, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇത്രയും ഭാഗം. അത് നമ്മൾ ആദ്യം ഫ്ലോറിൽ നമ്മൾ അത് ഇട്ടിട്ട് ഒരു പീസ് ഇട്ട് ശരിക്കും ചവിട്ടി താഴ്ത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ മാറ്റ് ഇതുപോലെ ഫുൾ മാറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് അതൊരു പണിയാൻ 4 ആയിട്ട് മുറിക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന്
ലെങ്ത് എടുത്താക്കണത് ഇപ്പൊ 34.5 മീറ്റർ ഇതാണ് എടുത്താണ്. 34 ഇഞ്ചാണ് ഞാൻ എടുത്താണ്. ഈ 34 ഇഞ്ച് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ എടുത്താണ്. നമുക്ക് ആവശ്യം അനുസരിച്ച് കട്ട് ചെയ്ത് കളയുകയും ചെയ്യും. ഇപ്പൊ 34 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അളന്ന് വരുമ്പോ ഏറ്റവും ടോപ്പിൽ നിന്ന് വരുമ്പോ ഇവിടെ ഇട്ട് വരും. അപ്പൊ ഞാനിവിടെ ഇത് കുറച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലെവലിൽ തന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് പോവാം. ഈ ഒരു പീസാണ് ഇത്രയും വെച്ച് അങ്ങനെ നേരൊക്കെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാം. അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഇത്തിരി മൂർച്ചോളം എന്തെങ്കിലും നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഈ ലെവലിൽ തന്നെ കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ മാറ്റ് എടുത്താണത് നമ്മൾ ഈ ബട്ടൺസ് ടൈപ്പ് മാറ്റാണ്. ഇതിൽ കുറച്ച് ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഈ അളവ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ബട്ടൺസിൻ്റെ അവിടെ 3 വെച്ചിട്ടാണ് ഈ 4 മീറ്റർ എടുത്ത് കട്ട് ചെയ്യണം. അപ്പോൾ ആ ലെവലിൽ തന്നെ നേരെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോയാണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മാറ്റ് ഇത് കട്ട് ചെയ്തെടുത്തുണ്ട്, പീസായിട്ട് അളവെടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി കഷ്ണമൊക്കെ എടുക്കണം. അത് നേരെ പകുതിയായിട്ട്, അതായത് നമ്മളിത് നേരെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക. നേരെ എടുത്തിട്ട് ഇതിങ്ങനെ ഇത്രയും പീസായിട്ട് എടുക്കുക, നേരെ പകുതിയായിട്ട് ഇടുക. നേരെ ഒറ്റ പീസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം ഒരു സൈഡ് ഇടാം. അതിന് ശേഷം അടുത്ത സൈഡ്, അപ്പുറത്തെ സൈഡ്, ഫ്രണ്ട് സൈഡാണ് എടുത്താണ്. അപ്പോൾ നമ്മളിത് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇതായിട്ട് 2 കഷ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഷീറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അതിലൊന്ന് വെച്ച് നോക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ഒരു സൈഡ് മാത്രം ഇങ്ങനെ വെറുതെ വെച്ചേക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടത് ഈ എഡ്ജൊക്കെ കണ്ട ഇങ്ങനെയുള്ള എഡ്ജുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫ്ലെക്സി ക്യൂക്കില്ലേ, ഫ്ലെക്സി ക്യൂക്കിന് ഒട്ടിക്കണം. നമ്മൾ ഈ സാധാരണ ഈ മാറ്റിൻ്റെ അടിഭാഗം SR വെച്ചൊന്ന് ജസ്റ്റ് ഓടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ച് വെച്ചാൽ മതി. ഇതെല്ലാം പതിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ സൈഡ് ഒട്ടിക്കാനായിട്ട്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇത്രയും കൂടെ കയറ്റി വെച്ച് ഇത് ഇങ്ങനെ ചേർത്ത് വെച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ബാക്കി അതിൻ്റെ വീഡിയും കാര്യങ്ങളും ഒന്ന് കവർ ചെയ്ത് പൊക്കോളും. അപ്പോൾ നമ്മളെ മാറ്റ് ഇടാൻ നേരത്തെ ഇത് കണ്ട ഈ ഗിയർ കൺസോളിൻ്റെ അവിടെ വരുന്നത് അത്രയും ഭാഗം തന്നെ ആ മാറ്റിൻ്റെ ലെവലിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഇവിടെ നമ്മുടെ ബ്ലോവറിൻ്റെ ഇവിടെ ഒരു പീസ് ഉണ്ട്, അതായത് ആ നട്ടും ബോൾട്ടും മുഴുവൻ കൊടുത്ത് അവിടെയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തോളാം. പിന്നെ ഇവിടെ AC-യുടെ വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ഉണ്ട്, അതിൻ്റെ അവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മളെ മാറ്റിൻ്റെ ഒട്ടിച്ച് തുടങ്ങി, അതായത് നമ്മളിപ്പോൾ ഗിയർ കൺസോളിൻ്റെ അവിടെ അത്രയും കട്ട് ചെയ്ത്, പിന്നെ ഇവിടെ 2 പോയിന്റ്, അതായത് നമ്മളുടെ AC-യുടെ വാട്ടർ പോകാനുള്ള പോയിന്റ് അത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കാലിന് ശരിക്കും പറഞ്ഞാൽ കാലിന് നല്ല ബലത്തിൽ ചവിട്ടി എടുത്തിട്ട് നമ്മൾ ഈ എഡ്ജിലോട്ട് കൊണ്ടുവരാം. അതിന് ശേഷം ഈ എഡ്ജ് കണ്ടല്ലോ, നമ്മളിവിടെ വ്യത്യാസം വരും. ഇത് ഇവിടെ ഇങ്ങനെ ഈ വരുമ്പോൾ ഇങ്ങനെ ചളങ്ങിയാക്കി ഇരിക്കുന്നത്, അത് നമ്മൾ ഇവിടെ നിന്നേ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് ചരിച്ച് കഴിഞ്ഞാൽ അതാണ്ട കറക്റ്റ് പോയിൻ്റായിട്ട് നമുക്കിവിടെ കിട്ടും. ആ കിട്ടുന്ന പോയിന്റ് നമ്മളിവിടെ ഫെവിക്യുക്ക് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യുക്ക് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് അത് ഒട്ടിച്ചളയാം. ഈ ലെവലിൽ തന്നെയാണ് ഒട്ടിച്ചളയാം. അതിന് ശേഷം ഇതങ്ങോട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ ജസ്റ്റ് അങ്ങോട്ട് പ്രസ് ചെയ്ത് ഇവിടെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ച് വരുമ്പോൾ ഇവിടെ ഈ ഒരു സൈഡ് ഉണ്ട്, നമ്മുടെ ഈ എഡ്ജും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ചരിവ് എന്നുള്ള ഇവിടെ ഈ ഇങ്ങനെ വളഞ്ഞായിരിക്കും വന്ന് നിൽക്കണത്, അത് മാറിയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതും അവിടെ ഒട്ടിച്ചളയാം. വേറെ ഒന്നും നമ്മൾ വേറെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഈ ഫ്രണ്ട് വശം, അതേ സെയിം രീതി തന്നെയാണ് അപ്പുറത്തും. ബാക്ക് സൈഡ് ഞാൻ ഒട്ടിക്കാൻ നേരത്തെ കാണിച്ചില്ല, ബാക്ക് സൈഡ് ഒട്ടിക്കേണ്ട എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചത്. ഇപ്പോൾ ഈ സൈഡ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതി തന്നെയാണ് നേരെ നമ്മൾ ഡ്രൈവർ സൈഡ് ഒട്ടിക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്ക് സൈഡും കഷ്ണമായിട്ട്, അതായത് 2 പീസായിട്ട് മുറിച്ചിട്ട് ഓരോ സൈഡും ഇടാം. അപ്പം നമ്മൾ ഡ്രൈവർ സൈഡും കൂടി അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, മാറ്റ് ഫ്ലോർ മാറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാനിതിപ്പോൾ കാണിച്ചിട്ട് വേണ്ട, നമ്മൾ ഡ്രൈവർ സൈഡ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ സൈഡും കഴിഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ബാക്കിൽ നിന്നുള്ള വ്യൂ കാണിച്ചിട്ട്. അപ്പോൾ ഇനിയുള്ളതിന് നമുക്ക് ബാക്ക് സൈഡാണ്, അതായത് നമ്മളുടെ ഏറ്റവും ബാക്ക് സൈഡ് സെറ്റ് ചെയ്യണം. അതും ഇതുപോലെ തന്നെ 2 കഷ്ണമായിട്ട് മുറിച്ചാക്കിയാണ്. അപ്പോൾ ബാക്ക് സൈഡിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈ വന്നതെന്ന് വെച്ചിട്ടാണ് ബാക്ക് സൈഡ് ഇത്ര ലെങ്ത് കൂടുതലായിരിക്കും നമുക്ക്. ഞാൻ കാണിച്ചു ഇവിടെ ഇത്രയും ഭാഗം കവറിങ് വരുന്നുണ്ട്. ഇതിപ്പോൾ എടുത്താണത് 1.5 മീറ്ററാണ്. നമുക്ക് 1.5 മീറ്റർ തന്നെ വേണമെന്നില്ല, 1.25 മീറ്റർ ആയാലും ധാരാളമാണ്. നമ്മൾ 1.5 മീറ്റർ എടുത്തേ. അപ്പോൾ അതേ നമ്മൾ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ ആദ്യം ഡ്രൈവറിൻ്റെ പിന്നിലുള്ള സൈഡാണ് ഇടുന്നത്. അത് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഷീറ്റ് ലെങ്ത് കൂടുതലാണ്. അത് നമ്മളിത് ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കണ്ട ഹാൻഡ് ബ്രേക്കിൻ്റെ ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെ ഒടിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ. അപ്പം നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പീസായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മളിത് ബാക്ക് സൈഡിൽ മാറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് 2-3 കേസ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിത് ആദ്യമായിട്ടാണ് ഇട്ട് നോക്കുന്നത്. നമ്മൾ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും എന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ഇനി കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങളിപ്പോൾ നമ്മൾ ഈ ഫ്ലോർ മാറ്റ് ഇടുമ്പോൾ ഇതുപോലെ ഈ എഡ്ജ് സൈഡുകളൊക്കെ ഉണ്ടാവും. അതായത് ഇത് ഇവിടെ നമ്മുടെ ഈ ബാക്ക് സൈഡ് വരുമ്പോൾ ഇത് കണ്ട ഇതേപോലെ എഡ്ജുകളുണ്ട്, ചെറിയ എഡ്ജുകൾ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലെക്സി ക്യൂക്ക് വാങ്ങിച്ച് ഒട്ടിച്ചാൽ മതി. ഫ്ലെക്സി ക്യൂക്ക് വാങ്ങിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പായിട്ട് അങ്ങനെ തന്നെ കിട്ടിക്കോളും നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്ലോർ മാറ്റ് ഫുള്ളായിട്ട് ഞാനുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, കാരണം ആദ്യമായിട്ട് ഇടുന്നതിൻ്റെയാണ്. എന്തായാലും ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ഇതാണ് കേട്ടോ ഞങ്ങൾ ഫ്ലോർ മാറ്റ് ഇട്ടാക്കണ ഒരു രീതി. ഇതാണ് കണ്ടത്. നമ്മൾ ഇവിടെ ഈ ജോയിൻ്റ് ഒക്കെ വന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് ഇവിടെയൊക്കെ നമുക്ക് കൺസോൾ ഒന്ന് ക്ലോസ് ചെയ്ത് പോകും. അതൊന്നൊരു ഇതാകണ്ട. നിങ്ങൾക്ക് പിന്നെ ഇത് ഇവിടെ കുറച്ച് ഇതായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. എന്നാലും ഇവിടെ എഡ്ജൊക്കെ നമുക്ക് പ്യുവറായിട്ട് മടങ്ങി കിട്ടുള്ളൂ. അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യണം. വേണ്ട ഈ എഡ്ജൊക്കെ നോക്കിയാൽ മതി. വേണ്ട ഇങ്ങനെ വെട്ടി ക്ലിയർ ചെയ്യണം. എന്നാലും മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് അത് ഇരിക്കുള്ളൂ. പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും ചൂടാകുമ്പോഴേക്കും ഒന്നുകൂടി ഫിറ്റായി കിട്ടും അത്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ്റെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. വലിയ സംഭവമൊന്നുമില്ല, എന്തായാലും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. പക്ഷെ പുള്ളി പറഞ്ഞ പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിനിപ്പോൾ ചൂടൊക്കെ അടിച്ച് കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സംഗതി സെറ്റായിക്കൊള്ളുക. അപ്പോൾ എന്തായാലും ഇത് റെഡിയായിട്ട് ഇത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് പരീക്ഷിക്കാവുന്ന കാര്യമാണ്. വലിയ പൈസ മുടക്കൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ 460 രൂപ വെച്ചിട്ടുള്ള കേസല്ലേ വരണുള്ളൂ. 1.5 മീറ്ററിൻ്റെ പൈസ വരും അതിൻ്റെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.